എല്ലാവർക്കും സിൽക്ക് സാരീസ് ഒക്കെ ഉടുക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി അല്ല. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ സാരി ഉടുക്കാനൊക്കെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ സിൽക്ക് സാരി ഉടുക്കുന്നത് എന്തിനാണ്, ഇത് കൊടുത്തു വരുമ്പോൾ ഒരു സമയമാവും, ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകാമെന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് അയൺ ചെയ്യാന്നുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് സാരി. ആദ്യം നമുക്ക് മുന്താണിയുടെ മെഷർമെന്റ് ആണ് എടുക്കാൻ പോകുന്നത്. സാരി ഇതുപോലെ ഒന്ന് മുന്താണി എടുക്കാം, എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടിന് കുറച്ചുകൂടി ഇറക്കം മതിയാവും. ഈ ഭാഗത്ത് നമുക്കൊന്ന് ഒരു സേഫ്റ്റി പിൻ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഇവിടെ സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ തുടങ്ങി ഇത്രയും ഭാഗം, മുന്താണിയുടെ ഇത്രയും ഭാഗമാണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത്. അതായത് ഷോൾഡറിൽ നിന്ന് താഴോട്ടുള്ള ലെങ്ത് കിട്ടുന്നത് ഈ ഭാഗമാണ്. നമുക്ക് ഇത്രയും ഭാഗം ആദ്യമേ പ്ലീറ്റ്സ് എടുക്കാം, മുന്താണിയുടെ പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സാരി ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭാഗം താഴെയാണ്, മറുവശമാണ് സാരിയുടെ മറുവശമാണ് മേളിട്ടാണ്. ഇങ്ങനെ തന്നെ ഫസ്റ്റ് പ്ലീറ്റ് ഉള്ളിലോട്ട് മടക്കുക, അതായത് താഴെ നിന്ന് മേളിലോട്ട് മടക്കുക. ഇതുപോലെ ഒരു പ്ലീറ്റ് മടക്കുക. ഇത് ആദ്യത്തെ പ്ലീറ്റാണ്. ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് വലുതാക്കി തന്നെ എടുക്കുക. അയൺ മാറ്റ് ഇട്ട് തേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് തേക്കേണ്ടതാണ്. അതല്ല കട്ടിയുള്ള സാരിയാണെങ്കിൽ കുഴപ്പമില്ല, അയൺ ബോക്സിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് തേക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ പ്ലീറ്റ് മടക്കി തേച്ചപ്പോൾ ഇതുപോലൊരു മടക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മടക്കിലേക്ക് മുന്താണിയുടെ ഓപ്പോസിറ്റായിട്ടുള്ള ബോർഡർ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മടക്കുണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടെയാണ് തേച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ തേക്കുക. തേച്ചിട്ട് വീണ്ടും മടക്കുക. അപ്പോൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പ്ലീറ്റ് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് മടക്കി തേച്ചപ്പോൾ ഒരു മടക്ക് കിട്ടില്ലേ, ആ മടക്കിലോട്ടാണ് എല്ലാ മടക്കുന്ന പ്ലീറ്റ്സും വെക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും. കാരണം ഇതിന് മുന്നത്തെ ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ അതിലിങ്ങനെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, കുറച്ചും കൂടി സ്ലോ ആയിട്ട് പറഞ്ഞു തന്നൂടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്, മടക്കി തേച്ചിട്ടുണ്ട്, എല്ലാ പ്ലേറ്റ്സും ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 പ്ലേറ്റ് ഇത് കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമ്മൾ ആദ്യം മടക്കി ഒരു പ്ലേറ്റ് കൂട്ടി 9. ഇനി ഇതൊന്ന് നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ചിട്ട് ആദ്യത്തെ പ്ലേറ്റ് മടക്കിയ പോലെ തന്നെ മടക്കുക, ബാക്കിയുള്ള പ്ലേറ്റ്സ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ മടക്കുകളുണ്ടല്ലോ, അതിൽ ഒരു മടക്ക് താഴോട്ട് ഒരു മടക്ക് മേളിലോട്ട്, അങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ്സ് എടുക്കുക. അപ്പോൾ അതുപോലെ ഞാനിവിടെ എല്ലാ പ്ലേറ്റ്സും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പ്രസ് ചെയ്ത് തേക്കുക, എന്നാലും നമുക്ക് മടക്കുകൾ ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് പ്ലീറ്റ്സ് എടുത്ത് കഴിയാമെന്നറിയോ ഇങ്ങനെ കൊടുക്കുമ്പോൾ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കിട്ടിയിരിക്കുന്ന പ്ലീറ്റ്സിന് ഞാനൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എൻഡിൽ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇതുപോലെ മേളിലോട്ട് കുത്തി നിർത്തിയിട്ട് അറേഞ്ച് ചെയ്യുക. അതാകുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ ഇതിന് മുമ്പ് കുറേ വീഡിയോസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പിന്ന് കണ്ടോ, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതായത് മുന്താണി പ്ലീറ്റ്സിൽ മാർക്ക് ചെയ്തത് അവിടെയാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതിയും. ആ പിന്നെന്ന് പറയുന്നത് ഷോൾഡറിൽ വരുന്ന ഒരു പിന്നാണ് കേട്ടോ. അപ്പോൾ അതുവരെ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് ഒതുക്കിയിട്ട് എടുത്ത് ഒന്ന് ആ പിന്നിനെ ഊരിയിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ മുന്താണിയുടെ പ്ലീറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ടത് താഴത്തോട്ടുള്ള പ്ലീറ്റ്സാണ്, ഫ്രണ്ട് പ്ലീറ്റ്സ്, താഴോട്ടുള്ള പ്ലീറ്റ്സാണ് എടുക്കേണ്ടത്. സാരിയുടെ എൻ്റെ ഭാഗം ചുറ്റിയിട്ട് സെൻറ്ററിൽ പിടിക്കുക. ഇതുപോലെ സെൻറ്ററിൽ നിന്നും കുറച്ച് ഭാഗം വിട്ടുക, കുറച്ച് വിട്ടിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് നിർത്തേണ്ടത്. ഇത് കൊടുക്കുന്ന ഭാഗമാണ്. ഇനി എവിടെ തുടങ്ങിയാണ് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് ലെഫ്റ്റ് ഷോൾഡർ എടുത്തേക്കുന്ന മുന്താണി പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ലെഫ്റ്റ് ഹിപ്പിലോട്ട് ഇതുപോലെ വലിക്കുക. വലിച്ചിട്ട് ഇവിടെ ഒരു സേഫ്റ്റി പിൻ നമ്മൾ ചെയ്യാറുണ്ട്. അതിന് നിന്ന് ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് ഇത്രയും, അതായത് സേഫ്റ്റി പിൻ ചെയ്യുന്നുണ്ടല്ലോ നമ്മളിവിടെ ബോർഡറിൽ ഒരു സേഫ്റ്റി പിൻ ചെയ്യാറുണ്ട്, അവിടെ നിന്നും ഇത്രയും ഗ്യാപ്പിൽ വിട്ടിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാം. ഈ സെക്യൂർ ചെയ്ത് വെച്ചേക്കണ 2 പിൻസ് കണ്ടില്ലേ, ഈ 2 പിന്നുകളുടെ ഇടയ്ക്കാണ് നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുക. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു പിന്ന്, ഇവിടെ ഒരു പിന്ന്, ഇതിൻ്റെ നടുക്കാണ് പ്ലീറ്റ്സ് വരുന്നത്, ഫ്രണ്ട് പ്ലീറ്റ്സ്. ഇത് ഉടുക്കുന്ന ഭാഗം.
ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ നോക്കാം. സാധാരണ ഫ്രണ്ട് പ്ലീറ്റ്സ് മീഡിയം സൈസിലാണ് ഞാൻ എടുക്കാറ്. ഇപ്പോൾ നമ്മൾ സാരി, ഈ ഒരു പട്ട് സാരി എന്ന് പറയുന്നത് നല്ലപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് അയണിങ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എടുത്തിരിക്കുന്ന പ്ലീറ്റ്സ് മുഴുവനും 2 പിൻസിൻ്റെ ഇടയിൽ വരണമെന്ന് മാത്രം. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, എല്ലാ പ്ലീറ്റ്സും കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് മുഴുവൻ 1 by 1 ആയിട്ട് ഇതുപോലെ കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ക്ലിയർ ആയല്ലോ. ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലീറ്റ്സും കാണാൻ പറ്റുന്നുള്ളതാണ്. ഇനി ഈ എടുത്തേക്കുന്ന പ്ലീറ്റ്സിന് സേഫ്റ്റി പിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അയണിങ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ടേബിളിലോട്ട് ഇടാം. ഇതുപോലെ ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നടുക്ക് കുറച്ച് പ്ലീറ്റ്സ് ഇതുപോലെ എല്ലാ പ്ലീറ്റ്സും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേക്കുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അങ്ങനെ ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം സാരിയുടെ താഴ്ഭാഗവും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് എല്ലാ പ്ലീറ്റ്സും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കും. ക്രിയേറ്റീവ്സിൻ്റെ ചാനലിൽ ഒത്തിരി സാരി ഡ്രപ്പിംഗ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് കാണുക. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫ്രണ്ട് പ്ലീറ്റ്സ് ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ പറന്നിരിക്കാൻ ചാൻസസ് ഉണ്ടാവും. പ്രസ് ചെയ്തിട്ട് തന്നെ ഭംഗിയായിട്ട് അയൺ ചെയ്തെടുക്കുക. ഇവിടെ അയണിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെസ്റ്റ് പ്ലീറ്റാണ് നോക്കേണ്ടത്. അതിന് ഇതുപോലെ ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം പ്ലീറ്റ്സ്. ഇനി ഇതുപോലെ ചെസ്റ്റ് പ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം വരെ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ടേബിളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സും കൂടി അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരി പ്ലീറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. ഭംഗിയായിട്ട് പ്ലീറ്റ്സൊക്കെ ഒതുക്കിയതിന് ശേഷം മാത്രം അയൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഉടുക്കുന്ന ഭാഗം, അതിനുശേഷം വരുന്നത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. പിന്നെ മുന്താണ്ടിയുടെ പ്ലീറ്റ്സ്, ചെസ്റ്റ് പ്ലീറ്റ്. സാരി ബോക്സ് ഫോൾഡ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. എന്തായാലും ആ ഒരു വീഡിയോ കൂടി വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.